തമിഴ്നാട് രാഷ്ട്രീയം ഇതുവരെ കാണാത്ത അത്രയും നാടകീയമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസിരാ കേന്ദ്രങ്ങളെപ്പോലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതെ, ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിലായിരിക്കുകയാണ്. സിനിമാ തിരക്കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് തഞ്ചാവൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തമിഴ് സിനിമയിലെ പ്രശസ്ത നടി തൃഷയ്ക്കെതിരായി നടത്തിയത് എന്നാരോപിക്കപ്പെടുന്ന അധിക്ഷേപ പരാമർശം, കാവേരി വിഷയത്തിലെ പ്രസംഗത്തിൽ ഉയർന്നു വന്ന ദ്വയാർത്ഥ പ്രയോഗം ഒടുവിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവിൻ്റെ കസ്റ്റഡിയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നു. കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ നാടകീയത ഉച്ചസ്ഥായിലായിരുന്നു. അറസ്റ്റ് ഭയന്ന് ഉദയനിധി സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി ഉച്ചവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ഇൻ്ററിം റിലീഫ് നൽകിയിരുന്നു. എന്നാൽ കോടതി നൽകിയ ആ സമയം അവസാനിച്ച തൊട്ടടുത്ത നിമിഷങ്ങളിൽ ചെന്നൈയിലെ ഔദ്യോഗിക വസതിയിലേക്ക് തഞ്ചാവൂർ പോലീസ് ഇരച്ചു കയറുകയായിരുന്നു. സ്വന്തം വസതിയിൽ വെച്ചു തന്നെ പോലീസിൻ്റെ കസ്റ്റഡി നടപടികൾ. പക്ഷേ ഇതിലും വലിയ നിഗൂഢതകൾ ബാക്കിയാണ്. തൃഷയെ അധിക്ഷേപിച്ചുവെന്ന് മാത്രമാണോ ഉദയനിധി ചെയ്ത തെറ്റെന്നും പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് തെറ്റാണ്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാളാകുമ്പോൾ ഉടനടി നടപടി ഉണ്ടാകുന്നത് ജനത്തിൻ്റെ കണ്ണിൽ വീണ്ടും മുഖ്യമന്ത്രി വിജയ് വിവാദങ്ങൾ ആളിക്കത്തിക്കുന്നതിനുമൊക്കെ തുല്യമാകും. കസ്റ്റഡിയിലെടുത്ത നേതാവിനെയും കൊണ്ട് പോലീസ് വാഹനം തഞ്ചാവൂരിലേക്ക് തിരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ നീക്കത്തിൽ വലിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് DMK നേതൃത്വം. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു തലേന്ന് നടന്ന ഈ നീക്കം വെറുമൊരു കേസല്ല, മറിച്ച് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ നീക്കമാണെന്നാണ് DMK ആഞ്ഞടിക്കുന്നത്. തങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി DMK പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. തെരുവുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമാണ്. തമിഴകത്ത് പോലീസ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് എന്നതും ഈ നാടകീയതയുടെ ആഴം കൂട്ടുന്നു. ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഴുവൻ കണ്ണുകളും മദ്രാസ് ഹൈക്കോടതിയിലേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം ഉദയനിധിയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും വിധിയെന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. അറസ്റ്റിലായ ആ വീഡിയോ ഇതിനൊപ്പം ചേർക്കുന്നു. சரி, அங்க வந்து கேட்டா மட்டும் பதில் சொல்ல போறாங்களா? நீதிமன்றத்தை பாத்துக்கலாம், சட்டப்படி சந்திப்போம். What was my statement? I didn't name anybody. I didn't talk in any bad taste. The protest was ஃப்ரீயா விடுங்க. அந்த டிராபிக் ஜாம் ஆகி ஃப்ரீயா விடுங்க. பிரஸ் பார்க்கணும். நான் பாத்துக்கறேன். Yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. Thank you. இல்ல, சட்டசபையில மட்டும் கேள்வி கேட்டவங்க எல்லாம் என்ன பதில் சொல்ல போறாங்களா? அந்த அளவுக்கு எல்லாம் தகுதி கிடையாது. டைவர்ஷன் டாக்டிக்ஸ் தான். விவசாய போராட்டம் நடந்துட்டு இருக்குல்ல, விவசாயிகள் அங்க போராடிட்டு இருக்காங்க தினமும்.